നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിലെ പ്രതിയായ ചലച്ചിത്ര താരം സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. സിദ്ദിഖിനെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും തിരച്ചിൽ നോട്ടീസ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ DGP നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച അഭ്യർത്ഥനയുമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും DGPമാർക്ക് ഇമെയിൽ അയച്ചു. മറ്റേതെങ്കിലും സംസ്ഥാനത്തെത്തിയാൽ തിരിച്ചറിഞ്ഞ് അന്വേഷണ സംഘത്തെ അറിയിക്കാൻ ഫോൺ നമ്പറും പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക പത്രങ്ങളിൽ സിദ്ദിഖിന്റെ ഫോട്ടോ പതിച്ച അറിയിപ്പും അന്വേഷണ സംഘത്തിന്റെ ഫോൺ നമ്പരും പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ തന്നെ കൈമാറി. അതേസമയം മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ അറിയിക്കായിരുന്നു. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും ആവശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്താഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്താഗി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മലയാള സിനിമാ മേഖലയിലെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കത്തെ സംബന്ധിച്ച് ആരോപിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റും അതുപോലെ വുമൺ ഇൻ സിനിമ കളക്റ്റീവും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താൻ എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ആരോപിച്ചിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്ന് സിദ്ദിഖ് ആരോപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പരാതി നൽകിയതിനും കേസ് എടുക്കുന്നതിനും 8 വർഷത്തെ കാലതാമസമുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം മലയാള സിനിമാ മേഖലയിലെ രണ്ട് പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടം രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ വാദപ്രതിവാദങ്ങളുടെ ഭാഗമാകാൻ പോകുകയാണ്. സിദ്ദിഖിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്താഗി സിനിമാ സംഘടനകൾക്കിടയിലെ കലഹവും പോരാട്ടവും സുപ്രീം കോടതിയിൽ വിശദീകരിക്കും എന്നാണ് സൂചന. സിദ്ദിഖിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ വാദം പരാതിക്കാരിക്ക് എതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ തമ്മിൽ നടക്കുന്ന ചേരിപ്പോരിന്റെ ഇരയാണ് സിദ്ദിഖ് എന്ന വാദത്തിൽ ഊന്നിയാകും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ നേതൃത്വത്തിലെ ഉണ്ടായിരുന്ന പലർക്കെതിരെയുമാണ് വെളിപ്പെടുത്തലുകളും കേസുകളും ഉണ്ടായത്. ഇത് ആകസ്മികമല്ലെന്നാണ് സിദ്ദിഖിനൊപ്പം നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും എന്ന് ആവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്താഗി സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. ബുധനാഴ്ച രാത്രിയാണ് കത്ത് കൈമാറിയത്. ഈ ആവശ്യം ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സുപ്രീംകോടതി വൃത്തങ്ങൾ അറിയിച്ചു. കേസ് എന്ന് ലിസ്റ്റ് ചെയ്യണമെന്നും ഏത് ബെഞ്ച് പരിഗണിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് തീരുമാനിക്കുക എന്നും സുപ്രീംകോടതി വൃത്തങ്ങൾ പറഞ്ഞു. സിദ്ദിഖിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കൈമാറിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. 65 വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആണെന്നും പേരക്കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ അംഗമാണ് സിദ്ദിഖ് എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സിദ്ദിഖിന് ക്രിമിനൽ പശ്ചാത്തലമില്ല. പല അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള വ്യക്തിയാണ്. സാക്ഷികളെ സ്വാധീനിക്കുമെന്നോ തെളിവുകൾ നശിപ്പിക്കുമെന്നോ ഉള്ള ആശങ്ക വേണ്ട. അതുപോലെ മുൻകൂർ ജാമ്യത്തിന് കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഏത് വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം സിദ്ദിഖിനെ തേടി ചെന്നൈയിലും ബംഗളൂരുവിലും പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞു. 2ാം ദിവസവും പിടികൊടുക്കാതെ സിദ്ദിഖ് ഒളിവിൽ തുടരുന്നതിനിടെ മുഖം രക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കം. റോഡ് മാർഗം കേരളത്തിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ അതിർത്തികളിൽ പരിശോധനാ സംഘത്തെ നിയോഗിച്ചു. സിദ്ദിഖിനെ കണ്ടെന്ന് പറഞ്ഞ് 10ലധികം ഫോൺ കോളുകൾ വന്നതിനെ തുടർന്ന് ഇന്നലെ രാത്രി ഇവിടെയെല്ലാം പരിശോധന നടത്തി. പുലർച്ചെ വർക്കലയിൽ ഹോട്ടലിൽ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അവിടെയും പോലീസ് പരിശോധന നടത്തി. കൊച്ചിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലും പരിശോധന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ചില നടന്മാരുടെ ഫാം ഹൌസുകൾ, ഫ്ളാറ്റുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ അന്വേഷിച്ചെന്നും ഡ്രൈവർമാരുടെയും സിനിമാ മേഖലയിലെ ഉന്നതരുടെയും വരെ ഫോണുകൾ പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്നുവെന്നും ഒക്കെ പറയുമ്പോഴും അറസ്റ്റ് നീളുന്നത് പോലീസിന് ക്ഷീണം തന്നെയാണ്. ഫീൽഡിൽ 10 സംഘവും സൈബർ സംഘത്തിന്റെ മറ്റൊരു 10 പേരും പരിശോധനയിൽ സജീവമാണെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.